മതം മാറിയതിൻ്റെ പേരിൽ ഒരു ദളിതന്റെ അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ആ വ്യക്തിയെ മാത്രമല്ല ശിക്ഷിക്കുന്നത്, അത് ഭരണഘടനയുടെയും മതേതരത്വത്തിൻ്റെയും സാമൂഹ്യ നീതിയുടെയും തത്വങ്ങളെ പോലും ചോദ്യം ചെയ്യുന്നവയാണ്. ക്രിസ്ത്യാനിയായി മാറിയ ദളിതർക്ക് പട്ടികജാതി ആനുകൂല്യങ്ങൾ തുടർന്നും ലഭിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ഉചിതമായ നടപടി സ്വീകരിക്കാൻ UP സർക്കാരിലെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് കോടതി കർശനമായ നിർദ്ദേശം നൽകുകയാണ് ഉണ്ടായത്. അതായത് ഒരു പൗരന് തനിക്ക് ഇഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കുവാനുള്ള അവകാശത്തിന് മേൽ പരോക്ഷമായി സാമ്പത്തികമായ ശിക്ഷ ഏർപ്പെടുത്തുന്നതിന് തുല്യമാണിത്. ഈ അലഹബാദ് കോടതി പറയുന്നത് പോലെ മതം മാറിയ ദളിതർ എന്തെങ്കിലും സംവരണാനുകൂല്യം നേടുന്നത് ഭരണഘടനയോടുള്ള വഞ്ചനയാണെങ്കിൽ, നൂറ്റാണ്ടുകളായി വിവേചനം അനുഭവിക്കുന്ന ഒരാൾ മതം മാറിയിട്ട് പോലും ജാതിയുടെ പേരിലുള്ള സാമൂഹിക ദുരിതം മാറാത്ത സ്ഥിതിക്ക് അങ്ങനെയുള്ളവർക്ക് നീതി നിഷേധിക്കുന്നത് ഭരണകൂടം പൗരനോട് ചെയ്യുന്ന വഞ്ചനയല്ലേ? ക്രൈസ്തവ മുന്നേറ്റം തടയുവാൻ പുതിയ നീക്കവുമായി അലഹബാദ് ഹൈക്കോടതി. ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ ഭരണകൂടവും കോടതിയും ചേർന്ന് അട്ടിമറിക്കുന്നതിന് നേർക്കാഴ്ചയായി മാറുന്ന ഒരു വിധി ഇന്നലെ UPയിലെ അലഹബാദ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായി. ഒരു വ്യക്തിക്ക് ഇഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യത്തെ സാമ്പത്തികമായ ശിക്ഷകൾ നൽകി നമ്മുടെ ഭരണകൂടവും കോടതികളും എങ്ങനെയാണ് നിശബ്ദമാക്കുന്നത് എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് ഈ വിധി. സാമൂഹ്യ നീതിയുടെ അടിത്തറയിലേൽക്കുന്ന ഏറ്റവും വലിയ പ്രഹരമാണിത്. സംവരണം ദാരിദ്ര്യം മാറ്റാനുള്ള ഒരു പാരിതോഷികമല്ല, അത് നൂറ്റാണ്ടുകളായുള്ള സാമൂഹ്യമായ അടിച്ചമർത്തലിനുള്ള ഭരണഘടനാപരമായ ഒരു പരിഹാരമായിട്ടാണ് ഭരണഘടനാ ശില്പികൾ നിർവചിച്ചിരിക്കുന്നത്. ഇന്നലെ ഉത്തർപ്രദേശിലെ അലഹബാദ് ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവിൽ ക്രിസ്തുമതം സ്വീകരിച്ചവർ പട്ടികജാതി ആനുകൂല്യങ്ങൾ നേടുന്നത് ഭരണഘടനയോടുള്ള വഞ്ചനയാണെന്നാണ് കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജിതേന്ദ്ര സഹാനി എന്ന ആൾ നൽകിയ ഹർജിയുമായി ബന്ധപ്പെട്ടാണ് പുതിയ വിധി ഉണ്ടായിരിക്കുന്നത്. ഹിന്ദു ദൈവങ്ങളെ പരിഹസിച്ചു, ശത്രുത വളർത്തി, വ്യാജ സത്യവാങ്മൂലം നൽകി തുടങ്ങിയ കുറ്റങ്ങളൊക്കെയാണ് പതിവ് പോലെ സഹാനിക്കെതിരെ ചുമത്തിയിരുന്നത്. പോലീസ് അന്വേഷണത്തിൽ പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഈ സഹാനി ക്രിസ്തു മതത്തിലേക്ക് മാറിയെന്നും, എന്നാൽ കോടതിയിൽ അയാൾ സമർപ്പിച്ച രേഖകളിൽ അയാൾ ഹിന്ദു ആണ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നും കോടതി കണ്ടെത്തി. ഒരു വ്യക്തി കോടതിയിൽ സമർപ്പിച്ച രേഖകളിലുണ്ടായ ചെറിയ ഒരു കണ്ടെത്തൽ അത് പരിശോധിക്കുന്നതിലുപരി ഉത്തർപ്രദേശ് സംസ്ഥാനത്ത് ഉടനീളമുള്ള ദളിത് ക്രിസ്ത്യാനികളുടെ അവകാശങ്ങൾക്കെതിരെ വാളോങ്ങുവാനുള്ള ഒരു അവസരമായി ഹൈക്കോടതി ഇതിനെ മാറ്റി. ക്രിസ്ത്യാനിയായി മാറിയ ദളിതർക്ക് പട്ടികജാതി ആനുകൂല്യങ്ങൾ തുടർന്നും ലഭിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ഉചിതമായ നടപടി സ്വീകരിക്കാൻ UP സർക്കാരിലെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് കോടതി കർശനമായ നിർദ്ദേശം നൽകുകയാണ് ഉണ്ടായത്. മാത്രമല്ല, ഇത്തരം സംഭവങ്ങൾ തിരിച്ചറിയുന്നതിനും തടയുന്നതിനും വേണ്ടി എല്ലാ ജില്ലാ മജിസ്ട്രേറ്റുമാർക്കും 4 മാസത്തെ കർശന സമയപരിധിയും നിശ്ചയിച്ചിരിക്കുകയാണ്. ഒരാൾ അയാൾ ജനിച്ചു വളർന്ന മതം ഉപേക്ഷിച്ച് ക്രിസ്തു മതത്തിലേക്ക് മാറുമ്പോൾ അവരുടെ ജാതി സ്വത്വം നഷ്ടപ്പെടുന്നുവെന്നും സുപ്രീം കോടതി മുൻപ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ക്രിസ്തുമതം സ്വീകരിക്കുന്നതോടെ സംരക്ഷിത നിയമങ്ങളുടെ പരിരക്ഷ പോലും നഷ്ടപ്പെടുമെന്ന് ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയുടെ 2025 ഒരു വിധിയിലുമുണ്ട്. അതായത് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് പോലും ഈ SC/ST വിഭാഗങ്ങളിൽ നിന്നും മതം മാറുന്നവർക്ക് ഗുണകരമല്ല എന്നുള്ളതാണ് സത്യം. ഒരു പ്രത്യേക മതത്തിലേക്ക് മാറിയതിൻ്റെ പേരിൽ രാജ്യത്തെമ്പാടുമുള്ള ദളിത് പൗരന്മാരെ ലക്ഷ്യം വെക്കുകയും അവരുടെ ആനുകൂല്യങ്ങൾ, സാമ്പത്തികമായ സംവരണം ഒക്കെ നിഷേധിക്കുകയും ചെയ്യുന്ന ഈ കോടതി ഉത്തരവ് നിയമപരമായ തിരുത്തലിനപ്പുറം സാമൂഹ്യമായ ഒരു നിയന്ത്രണമാണ് ലക്ഷ്യമിടുന്നതെന്ന് വ്യക്തമാണ്. ഈ ഉത്തരവ് ക്രിസ്തുമതത്തിലേക്കുള്ള ആളുകളുടെ മതപരിവർത്തനത്തിനെ തടയുന്നതിനുള്ള രാഷ്ട്രീയപരമായ ഒരു ആയുധമായി, ഒരു ഉപകരണമായി നീതിന്യായ വ്യവസ്ഥ ഉപയോഗിക്കുന്നു, കോടതി ഉപയോഗിക്കുന്നു എന്ന ആരോപണം ഒരു പരിധിവരെ ശരിവെക്കുന്നതാണ് ഈ വിധി. ദളിത് ക്രിസ്ത്യാനികൾക്ക് സംവരണം നിഷേധിക്കുന്ന നിയമപരമായ തടസ്സം 1950 ഭരണഘടന പട്ടികജാതി ഉത്തരവിലെ ഖണ്ഡിക 3 ആണ്. ഈ ഖണ്ഡിക അനുശാസിക്കുന്നത് ഹിന്ദു, സിഖ് മതം, ബുദ്ധമതം എന്നിവയിലല്ലാതെ ഒരു വ്യക്തിയെയും പട്ടികജാതി അംഗമായി കണക്കാക്കില്ല എന്നാണ്.
പട്ടികജാതി പദവിയുടെ ഉദ്ദേശം ഹിന്ദുമതത്തിലെ അയിത്തം കാരണം സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സഹായം നൽകുക എന്നതായിരുന്നുവെന്നാണ് ഈ ഉത്തരവിനെ അനുകൂലിക്കുന്നവരുടെ വാദം. എന്നാൽ ഈ നിയമത്തിൽ ചരിത്രപരമായ ഒരു ഇരട്ടത്താപ്പ് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. 1956 പാർലമെന്റ് ഈ ഉത്തരവ് ഭേദഗതി ചെയ്യുകയും സിഖുകാരെ ഈ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തുകയും ചെയ്തു. അതുവരെ ഹിന്ദുക്കളെ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ 1990 വീണ്ടും ഈ ഉത്തരവ് ഭേദഗതി ചെയ്തിട്ട് അതിനകത്ത് ബുദ്ധമതക്കാരെ കൂടെ എന്ത് ചെയ്തു? ഉൾപ്പെടുത്തി. അപ്പൊ സിഖ് മതവും ബുദ്ധമതവും തത്വത്തിൽ ജാതി വ്യവസ്ഥയെ നിരാകരിക്കുന്ന മതങ്ങളാണ്. എന്നിട്ടും ഈ മതങ്ങളിലേക്ക് മാറിയ ദളിതർക്ക് ജാതി അടിസ്ഥാനത്തിലുള്ള സംവരണം തുടർന്നും ലഭിച്ചു. എന്നാൽ ക്രിസ്തുമതത്തെയും ഇസ്ലാമിനെയും സമത്വത്തിൽ അധിഷ്ഠിതമായ മതങ്ങൾ അഥവാ ജാതിയില്ലാത്ത മതങ്ങൾ എന്ന ന്യായം പറഞ്ഞ് ഇതിനകത്തു നിന്ന് ഒഴിവാക്കി നിർത്തി. ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഒഴിവാക്കിയത് സാമൂഹിക യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല, മറിച്ച് രാഷ്ട്രീയമായ താല്പര്യങ്ങളുടെയും മതപരമായ മുൻവിധികളുടെയും അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു കാര്യം ചെയ്തത്. ദളിതർക്കിടയിലെ മതം മാറ്റം നിയന്ത്രിക്കാനുള്ള ഔദ്യോഗിക ഉപകരണമായി 1950 ഉത്തരവ് പ്രവർത്തിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഒരു വ്യക്തി മതം മാറിയാൽ അവരുടെ സാമൂഹിക ദുരിതങ്ങൾ ഇല്ലാതാകുന്നു എന്ന ധാരണ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയുടെ ആഴം മനസ്സിലാക്കാതെയുള്ള ബോധപൂർവമായ ഒരു കണ്ണടയ്ക്കൽ മാത്രമാണ്. മതം മാറിയ ദളിതർ നിയമപരമായ അവകാശങ്ങളില്ലാത്ത സാമൂഹികമായ ഒരു വലിയ അരക്ഷിതാവസ്ഥയിലാണ് ജീവിക്കുന്നത്. സംവരണത്തിലൂടെ പരിഹരിക്കപ്പെടേണ്ട സാമൂഹിക വൈകല്യം മതപരിവർത്തനത്തിലൂടെ ഇല്ലാതാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മതം മാറിയ ദളിതർ നേരിടുന്ന ഏറ്റവും വലിയ അനീതി അവർക്ക് പട്ടികജാതി പദവി നഷ്ടപ്പെടുന്നു, അവരുടെ സംവരണം നഷ്ടപ്പെടുന്നു എന്നുള്ളത് മാത്രമല്ല, പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് പോലും, അതിൻ്റെ നിയമപരിരക്ഷ പോലും ഇവർക്ക് നഷ്ടപ്പെടുന്നു. അതായത് ഒരു വ്യക്തി ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്താൽ അയാളെ ജാതിയുടെ പേര് പറഞ്ഞ് ആക്രമിക്കുകയോ അവഹേളിക്കുകയോ ചെയ്താൽ പോലും ഈ നിയമപരമായ സംരക്ഷണമൊന്നും ഇവർക്ക് കോടതികൾ നൽകുകയില്ല എന്ന് ചുരുക്കം. രംഗനാഥ് മിശ്ര കമ്മീഷൻ റിപ്പോർട്ട് ഈ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് നിർമ്മിച്ചതാണ്. രംഗനാഥ് മിശ്ര കമ്മീഷൻ ശക്തമായ ഒരു ശുപാർശ മുന്നോട്ട് വെച്ചത് പട്ടികജാതി പദവി മതവുമായി ബന്ധപ്പെടുത്താതെ പൂർണ്ണമായും നിഷ്പക്ഷമായിരിക്കണം എന്നതായിരുന്നു. ദളിതർ മതം മാറുന്നതിന് തടയിടാൻ കോടതികളും ഭരണകൂടവും ശ്രമിക്കുന്നു എന്ന നിരീക്ഷണം നിലവിലെ നിയമപരമായും ഭരണപരവുമായ നീക്കങ്ങൾ സാധൂകരിക്കുന്നുണ്ട്. പട്ടികജാതി ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നത് ദളിതർക്ക് ക്രിസ്തുമതം തിരഞ്ഞെടുക്കുന്നതിനെ സാമ്പത്തികമായി കടുത്ത വെല്ലുവിളിയാക്കി മാറ്റുന്നു. അതായത് ഒരു പൗരന് തനിക്ക് ഇഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കുവാനുള്ള അവകാശത്തിന് മേൽ പരോക്ഷമായി സാമ്പത്തികമായ ശിക്ഷ ഏർപ്പെടുത്തുന്നതിന് തുല്യമാണിത്. ഈ അലഹബാദ് കോടതി പറയുന്നത് പോലെ മതം മാറിയ ദളിതർ എന്തെങ്കിലും സംവരണാനുകൂല്യം നേടുന്നത് ഭരണഘടനയോടുള്ള വഞ്ചനയാണെങ്കിൽ, നൂറ്റാണ്ടുകളായി വിവേചനം അനുഭവിക്കുന്ന ഒരാൾ മതം മാറിയിട്ട് പോലും ജാതിയുടെ പേരിലുള്ള സാമൂഹിക ദുരിതം മാറാത്ത സ്ഥിതിക്ക് അങ്ങനെയുള്ളവർക്ക് നീതി നിഷേധിക്കുന്നത് ഭരണകൂടം പൗരനോട് ചെയ്യുന്ന വഞ്ചനയല്ലേ? മതം മാറിയതിൻ്റെ പേരിൽ ഒരു ദളിതന്റെ അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ആ വ്യക്തിയെ മാത്രമല്ല ശിക്ഷിക്കുന്നത്, അത് ഭരണഘടനയുടെയും മതേതരത്വത്തിൻ്റെയും സാമൂഹ്യ നീതിയുടെയും തത്വങ്ങളെ പോലും ചോദ്യം ചെയ്യുന്നവയാണ്. സാമൂഹ്യ വിവേചനം ഒരു മതത്തിൽ മാത്രം ഒതുങ്ങുന്നില്ലെങ്കിൽ മതം മാറ്റത്തിൻ്റെ പേരിൽ ആനുകൂല്യം നിഷേധിക്കുന്നത് നിയമത്തിനു മുമ്പിലുള്ള തുല്യതയെ, അതായത് ആർട്ടിക്കിൾ 14 ലംഘിക്കുന്നതിന് തുല്യമാണ്. ദളിത് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ലിസ്റ്റിൽ ഉൾപ്പെടുത്താതിരിക്കുന്നത് അവരുടെ ഇഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കാനുള്ള അവകാശത്തിന്മേലുള്ള നേരിട്ടുള്ള കടന്നുകയറ്റമാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. മതം മാറാനുള്ള സ്വാതന്ത്ര്യം ഒരു ശിക്ഷയായി മാറരുത്. ഈ അനീതി പരിഹരിക്കുന്നതിന് സുപ്രീം കോടതി എത്രയും പെട്ടെന്ന് 1950 ഉത്തരവിലെ ഖണ്ഡിക 3 റദ്ദാക്കുകയും പട്ടികജാതി പദവി മതപരമായ അതിർവരമ്പുകൾ ഇല്ലാതെ എല്ലാവർക്കും ലഭ്യമാക്കുകയും ചെയ്യേണ്ടതാണ്. അതാണ് അനിവാര്യമായിട്ടുള്ള ഒരു സാമൂഹ്യ നീതിയുടെ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കുവാനും ഭരണഘടനയുടെ അന്തസ്സ് നിലനിർത്തുവാനും ഇത് അത്യന്താപേക്ഷിതമാണ്.